ശ്രീകുമാർ, അപ്പോൾ ആ അർത്ഥത്തിൽ വ്യാജ പ്രചാരകരെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ആദ്യത്തെ 60 മിനിറ്റിൽ പറഞ്ഞത്. ആ വ്യാജ പ്രചാരകരുടെ കൊട്ടേഷനെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. അതിനെ നിയമ നടപടിയിലൂടെ മുന്നോട്ട് കാണേണ്ട ഒരു സാഹചര്യം നാടിനുണ്ടായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. ആ തരത്തിൽ വ്യാജ പ്രചാരകരുടെ കൊട്ടേഷൻ പൊളിയുന്ന കാഴ്ച കാണുകയാണോ ഇന്ന്? നോക്കൂ ഡോക്ടർ ലാൽ, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പത്രലേഖകരോട് ഏതാണ്ട് 2 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ആകെത്തുക എന്താണെന്ന് ചോദിച്ചാൽ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള ആ മുദ്രാവാക്യം മാത്രമാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് കാര്യത്തിലാണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞത് എന്നുള്ളത് അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു വലിയ പുലിവാല് പിടിച്ചു. എന്താണ് പുലിവാല്? അൻവർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള MLA അല്ല. മാത്രമല്ല അൻവർ എഴുതി കൊടുക്കുന്നതിന് ഉത്തരം പറയാനുള്ള ആളല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി. മാതൃകാപരമായ പ്രവർത്തനം ശ്രീ P. ശശി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അൻവറിനോട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇനിയും വാർത്താ സമ്മേളനം നടത്തിയാൽ എനിക്കും വാർത്താ സമ്മേളനം നടത്തേണ്ടി വരും. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അൻവർ കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ ശരി തന്നെയല്ലേ? അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാനത് പറഞ്ഞു വരുമ്പോഴേക്കും വരാമെന്ന് പറയല്ലേ. ഞാനതിൻ്റെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളൂ. അൻവർ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെ ധിക്കരിച്ചു. അതാണ് അതിൻ്റെ ഗുണം. ഇനി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം വളരെ സൗമ്യനായിട്ടാണ് ഇന്ന് പെരുമാറിയത്. പക്ഷേ സൗമ്യനായി പെരുമാറുകയെന്ന് വെച്ചാൽ അതൊരു ഉൾവലിയൽ കൂടിയാണ്. എന്താണ് ഉൾവലിയൽ? ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പ്രതിപക്ഷത്തിന് കൊടുക്കണ്ട, പത്രപ്രവർത്തകർക്ക് കൊടുക്കണ്ട, CPIക്ക് കൊടുക്കണമായിരുന്നു, RJDക്ക് കൊടുക്കണമായിരുന്നു, PV അൻവറിന് കൊടുക്കണമായിരുന്നു. ഇത് മൂന്നും അവിടെ കണ്ടില്ല ശ്രീ ലാൽ. അൻവറിൻ്റെ കാര്യം നിൽക്കട്ടെ, അദ്ദേഹത്തെ അവിടെ തൽക്കാലം തള്ളിപ്പറഞ്ഞു എന്ന മാധ്യമങ്ങൾ ചാനലുകളൊക്കെ പറഞ്ഞു, അൻവറിനെ തള്ളിപ്പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അൻവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം നേടാൻ പോവുകയാണ്. അതോടെ നിൽക്കട്ടെ, അദ്ദേഹം പിന്നെ സംസാരിക്കാം. പക്ഷേ ഈ CPIക്കാരും അതുപോലെ RJDക്കാരൊക്കെ പറഞ്ഞെന്താണ്, ADGP ആ സ്ഥാനത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ പഴയ കാര്യമാണ് എന്ത്, അന്വേഷണം തീരട്ടെ. അന്വേഷണം തീരട്ടെ എന്ന് പറയാൻ പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യം ഇന്നുണ്ടായിരുന്നില്ലല്ലോ. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തീരുമാനങ്ങളാണ് വേണ്ടത്. ഒരു തീരുമാനം ഉണ്ടായില്ല. ഏത് തീരുമാനം ഉണ്ടായുള്ളൂ, അത് അൻവർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ല എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ വ്യക്തമായി വന്നത് വയനാട് ദുരന്തത്തിൻ്റെ വ്യാജ വാർത്തകൾ പ്രചാരണം നടത്തി മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, അക്രമാസക്തമായ ഒരു ക്രിമിനൽ നടപടിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോയി എന്ന് അദ്ദേഹം വിശദീകരിച്ചല്ലോ. അതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ. നമ്മൾ സ്വയം വിമർശനപരമായി തന്നെ എല്ലാ മാധ്യമങ്ങളും, പല മാധ്യമങ്ങളും അത് എടുത്തിട്ടുമുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിമർശിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വിശദീകരിച്ചതാണ് അദ്ദേഹത്തിന് ഇന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കേണ്ട കാര്യങ്ങൾ കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിക്കേണ്ട കാര്യങ്ങൾ കൂടി ചോദ്യങ്ങളായി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ എവിടെയാണ് ക്ലാരിറ്റി കുറവ് ശ്രീകുമാർ? ആദ്യത്തെ ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം വയനാട് സംഭവത്തിൽ കേരള ഗവൺമെൻറ് കൊടുത്ത കണക്കുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പിലൂടെ എല്ലാം വ്യക്തമാക്കിയതാണ്. അതിൽ പുതുമയില്ല. പിന്നെ അദ്ദേഹം വാർത്താമാധ്യമങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. കേസ് കൊടുക്കുമെന്ന്. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. തെറ്റായ വാർത്തയാണ് പത്രങ്ങളും ചാനലുകളും പറയുന്നതെങ്കിൽ കേസ് കൊടുക്കട്ടെ. പക്ഷേ തെറ്റായ വാർത്തകളൊക്കെയാണ് ചാനലുകൾ കൊടുക്കുന്നതെങ്കിൽ അതിലെല്ലാ ചാനലുകളും പെടണമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അതായത് CPMനും പ്രസിദ്ധീകരണങ്ങളുണ്ട്. സത്യസന്ധമായ വാർത്തയെ കൊടുക്കാൻ പാടുള്ളൂ എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല.
പക്ഷേ വാർത്താ സംവിധാനങ്ങളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ രീതിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, അല്ല, ഇത് ഭയപ്പെട്ടോ? കേരളത്തിന്റെ രീതിയല്ല. അത് ഭയപ്പെട്ടു നമ്മൾ തോന്നുന്നുണ്ടോ? ഇടതുപക്ഷവും അത്തരത്തിൽ കോൺഗ്രസും ആരോപിക്കുന്നത് ആക്രമണം നടത്തിയ രീതിയിൽ നാട്ടുകാർക്കെതിരായി ഒരു വ്യാജ വാർത്താ പ്രചാരണം ഇവിടെ നടന്നു എന്ന്, അതിൽ മറ്റ് മാധ്യമങ്ങളൊക്കെ രാഷ്ട്രീയമായി ചിലപ്പോൾ പലതരത്തിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ടാകാം, അങ്ങ് ഉദ്ദേശിച്ച മാധ്യമങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയുള്ള മാധ്യമങ്ങളുടെ രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറം ഒരു പക്ഷേ നാടിന് അംഗീകരിക്കാൻ പറ്റാത്ത, നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്, വയനാട്ടിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, ഇവിടെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്, അതല്ലേ സാഹചര്യം ശ്രീ എൻ ശ്രീകുമാർ? അതായത് വയനാടത്തെ കണക്കുകളെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ടല്ലോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മാധ്യമങ്ങൾ അത് ശരിയാണോ തെറ്റാണോ കൊടുത്തതെന്നൊക്കെ അതിൻ്റെ കണക്കുകളും രേഖകളും ഒക്കെ തെളിയിക്കുന്നത് അവർ നിൽക്കട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലാത്ത ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ പത്രങ്ങൾ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി കരുതേണ്ട എന്താ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന പോലെ വാർത്താ ചാനലുകൾ മുഖ്യമന്ത്രിയെ പിന്താങ്ങി വാർത്ത കൊടുക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ കേരളത്തില്? ശരി, കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര BJP ഗവൺമെന്റിന്റെ മാധ്യമ നയത്തെ എതിർക്കുന്നവരാണ് CPM, കേരളത്തിലെ CPM. ആ മാധ്യമ നയം എന്ന് പറയുന്നത് സ്വതന്ത്ര പത്രപ്രവർത്തനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതിവിടെ അതിവിടെ കൊണ്ടുവരാനാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? നടക്കുന്ന കാര്യമല്ല. ജേക്കബ് ജോർജൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ പത്രലേഖകർക്കെതിരെ കേസെടുത്ത ഗവൺമെന്റാണ്. എറണാകുളത്തെ വാർത്ത. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അതാണ് എനിക്ക് ആദ്യം ആമുഖമായി ശ്രീ ജേക്കബ് ജോർജ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തിയതിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം.